നമുക്കിന്ന് ആഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചാലോ. ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്നതാണ് ആഡ്ജക്റ്റീവ്. അതൊരു വേർഡായിരിക്കും അല്ലെങ്കിൽ ഒരു കൂട്ടം വേർഡ്സ് ആയിരിക്കും. ഈ സെൻറ്റൻസുകൾ നോക്കിയേ. അനു ഈസ് ബ്യൂട്ടിഫുൾ, ഹി ഈസ് എ നൈസ് പേഴ്സൺ. അനു ഈസ് ബ്യൂട്ടിഫുൾ, അനു സുന്ദരിയാണെന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ അനു ആണ് നൗൺ. അനു എങ്ങനെയാണെന്നാണ് പറയുന്നത്? ബ്യൂട്ടിഫുൾ ആണെന്നാണ്. ഇവിടെ അനു എന്ന് പറഞ്ഞ നൗണിനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നൗണിന് ശേഷമാണ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നൗൺ പ്ലസ് ലിങ്കിങ് വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ അനു ആണ് നൗൺ, ഈസ് ലിങ്കിങ് വെർബ്, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഹി ഈസ് എ നൈസ് പേഴ്സൺ, അവൻ നല്ലൊരു വ്യക്തിയാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ പേഴ്സൺ ആണ് നൗൺ. ഈ പേഴ്സൺ എങ്ങനെയുള്ള ആളാണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? നൈസ് ആണെന്നാണ്. ഇവിടെ നൈസ് ആണ് അഡ്ജക്റ്റീവ്. നൗണിന് തൊട്ട് മുൻപ് അഡ്ജക്റ്റീവ് വന്നാൽ അതിന് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇവിടെ പേഴ്സൻ്റെ തൊട്ട് മുമ്പിൽ, നൗണിൻ്റെ തൊട്ട് മുമ്പിലാണ് നൈസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണ്. നമ്മളിപ്പോൾ കണ്ട രണ്ട് സെൻറ്റൻസിൽ ഓരോന്നിലും ഓരോ അഡ്ജക്റ്റീവായിരുന്നു ഉണ്ടായിരുന്നത്, ഒരൊറ്റ ഒരെണ്ണം. എന്നാൽ ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വന്നാൽ നമ്മൾ ഈ കാണുന്നൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഓരോന്നും ഓരോ കാറ്റഗറിയാണ്. നമ്മൾ അപ്പോൾ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓരോ റൂളും ഫോളോ ചെയ്യണം. ഓരോ കാറ്റഗറി അനുസരിച്ച് വേണം എഴുതാനായിട്ട്. ഒരേ കാറ്റഗറിയിലുള്ള രണ്ടോ അതിലധികമോ അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നു. നോക്കിയേ, ഷീ ഈസ് എ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേൾ. ഇവിടെ ഗേളാണ് നൗൺ. ഗേൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? സ്മാർട്ടും ഇൻ്റലിജൻറ്റും ആണ്. ഇവിടെ സ്മാർട്ടും ഇൻ്റലിജൻറ്റും നേരത്തെ പറഞ്ഞ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളതാണ്. ഒരു കാറ്റഗറിയിലെ രണ്ട് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് ആൻഡ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ വെച്ച് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. ഇറ്റ്സ് എ റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി. ഇവിടെ സാരിയാണ് നൗൺ. ഈ നൗൺ സാരി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? റെഡും ബ്ലാക്കും വൈറ്റും കൂടിയ കളറുള്ള സാരിയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിൽ കളർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലുള്ളതാണ് ഈ റെഡ് ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞാൽ 3 കളർ. അതുകൊണ്ട് ഇത് 3ഉം അഡ്ജക്റ്റീവ്സ് ആണ്. ഒരു കാറ്റഗറിയിൽ നിന്നുള്ള 3 അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അഡ്ജക്റ്റീവിന് നമ്മൾ കോമ എടുത്ത്, സെക്കൻഡ് അഡ്ജക്റ്റീവിന് ശേഷം നമ്മൾ ആൻഡ് ചേർക്കുന്നു, അതിന് ശേഷം തേർഡ് അഡ്ജക്റ്റീവ്. ഷീ ബോട്ട് എ ഗ്രേ മെറ്റൽ ടേബിൾ. അവളൊരു ഗ്രേ കളറിലുള്ള മെറ്റലിൻ്റെ ടേബിൾ വാങ്ങിച്ചു. ഇവിടെ ടേബിളാണ് നൗൺ. എങ്ങനത്തെ ടേബിളാണ് വാങ്ങിച്ചത്? ഗ്രേ കളറിലുള്ള മെറ്റലിൻ്റെ. ഇവിടെ എ ഗ്രേ മെറ്റൽ, ഇത് 3ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനറാണ്, ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറാണ്, മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലാണ്. 3 കാറ്റഗറി പെടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കോമയൊന്നും ഇടുന്നില്ല. കറക്റ്റ് ആ അഡ്ജക്റ്റീവ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയാൽ അതൊരു വേർഡായിരിക്കും. ഒരു നൗണിൻ്റെ ക്വാണ്ടിറ്റിയെ കാണിക്കുന്നു. ഇതൊരു നമ്പർ ആയിരിക്കും. അത് കാർഡിനൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഓർഡിനൽ നമ്പർ ആയിരിക്കാം. ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആയിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആയിരിക്കാം. ഐ ഏറ്റ് 3 ആപ്പിൾസ്. ഞാൻ 3 ആപ്പിളുകൾ കഴിച്ചു. ഇവിടെ ആപ്പിൾസ് ആണ് നൗൺ. എത്ര ആപ്പിളുകൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്? 3 എണ്ണം. ഇവിടെ എത്ര എണ്ണം എന്നുള്ളതിനെ കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് 3 എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ നൗണിന് ഫ്രണ്ടിലാണ് അഡ്ജക്റ്റീവ് വരാണെങ്കിൽ അതിന് നമ്മൾ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ 3 ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവാണ്. ഷീ ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. അവൾ 2 മണിക്കൂറത്തോളമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവേഴ്സാണ് നൗൺ. എത്ര മണിക്കൂർ എന്നാണ് പറയുന്നത്? 2 മണിക്കൂർ. കറക്റ്റായിട്ടുള്ളൊരു നമ്പറിനെ കാണിക്കുകയല്ലേ, അതുകൊണ്ട് ഇവിടെ 2 ആണ് അഡ്ജക്റ്റീവ്. കൃത്യമായ ഒരു എണ്ണത്തെ കാണിക്കുന്ന 1, 2, 3 എന്ന് പറയുന്ന നമ്പറെല്ലാം കാർഡിനൽ നമ്പേഴ്സാണ്. അതെല്ലാം അഡ്ജക്റ്റീവും ആണ്. വിദ്യ വാസ് മൈ ഫസ്റ്റ് ടീച്ചർ. വിദ്യയായിരുന്നു എൻ്റെ ആദ്യത്തെ ടീച്ചർ. ഇവിടെ ടീച്ചർ ആണ് നൗൺ. എത്രാമത്തെ ടീച്ചറാണെന്നാണ് പറയുന്നത്? ഫസ്റ്റത്തെ, ആദ്യത്തെ. ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള നമ്പറിനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനത്തെ നമ്പറുകളെല്ലാം ഓർഡിനൽ നമ്പറാണ്. ഈ കാർഡിനൽ നമ്പർ ഓർഡിനൽ നമ്പറും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എണ്ണത്തെയാണ് കാണിക്കുന്നത്. ഇവ അഡ്ജക്റ്റീവുമാണ്. ഷീ ഏറ്റ് സം റൈസ്. അവൾ കുറച്ച് ചോറ് കഴിച്ചു. ഇവിടെ റൈസാണ് നൗൺ. എത്രത്തോളമാണ് കഴിച്ചതെന്നാണ് പറയുന്നത്? കുറച്ചെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു നമ്പറല്ലല്ലോ. അവൾ
നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എന്നുള്ളൊരു ഇത്. അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിന് തൊട്ടടുത്ത് വന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്ജക്റ്റീവാണ്, കൃത്യമായ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാത്ത അഡ്ജക്റ്റീവ്. ഹി ഹാസ് മെനി കാസ്, അവന് കുറേ കാറുകളുണ്ട്. ഇവിടെ കാസാണ് നൗൺ. എത്ര കാറുകളുണ്ടെന്നാണ് പറയുന്നത്? മെനി. കൃത്യമായ ഒരു എണ്ണം പറയുന്നില്ല. അത് ചിലപ്പോൾ ഒരു 5 എണ്ണമായിരിക്കാം, 6 എണ്ണമായിരിക്കാം, കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മെനി എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സം, മെനി, ഫ്യൂ, ഓൾ ഇതെല്ലാം കൃത്യമായ നമ്പറുകൾ പറയാത്ത അഡ്ജക്റ്റീവുകളാണ്. ഇതിനെ ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് ടു സ്റ്റഡി വെൽ, എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ സ്റ്റുഡൻ്റ് ആണ് നൗൺ. ഇവിടെ എത്ര വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞാൽ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ടൊരു നമ്പർ പറഞ്ഞിട്ടില്ല. ഇത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളോടായിരിക്കും പറയുന്നത്. ആ പറയുന്ന ആൾക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അറിയില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരെ എടുത്തെടുത്ത് പറഞ്ഞ ഓരോ വിദ്യാർത്ഥികളെന്ന്. ഇവിടെ ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നമ്പർ കാണിക്കാത്ത അഡ്ജക്റ്റീവാണ്. ഐദർ ഗൈ ക്യാൻ ഡാൻസ് വിത്ത് ഹിം, നിങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇവിടെ ഗായാണ് നൗൺ. ഇവിടെ എത്ര പേർക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരാൾക്കെന്ന് പറഞ്ഞൊരു നമ്പർ കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് പറയുന്നില്ല. ഇവിടെ ഒരു കൂട്ടം ഗ്രൂപ്പിനോടല്ല പറയുന്നത്, മറിച്ച് 2 വ്യക്തികളിൽ നിങ്ങളിൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ കഴിയും എന്നാണ് ഐദർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈച്ച്, ഐദർ, എവരി, ബോത്ത് ഇങ്ങനെ കൃത്യമായ എണ്ണത്തെ കാണിക്കാത്ത അഡ്ജക്റ്റീവിന് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സും ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് എണ്ണത്തെ കാണിക്കാത്ത അഡ്ജക്റ്റീവ്സാണ്. എന്നാൽ കാർഡിനൽ നമ്പറും ഓർഡിനൽ നമ്പറും കൃത്യമായ ഒരു എണ്ണത്തെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവാണ്. ഇതൊരു നൗണിനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് 4 എണ്ണമാണുള്ളത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഐ ലവ് ദിസ് ഡോഗ്, ഞാൻ ഈ ഡോഗിനെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഡോഗാണ് നൗൺ. ഏത് ഡോഗിനെയാണെന്നാണ് പറയുന്നത്? ഈ ഡോഗിനെ. ഇപ്പോൾ പറയുന്ന ഈ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഈ ഒരു ഡോഗിനെ. ഇവിടെ ഡോഗ് എന്നുള്ള ഒറ്റൊരു നമ്പറിനെ കാണിക്കാനായിട്ട് ദിസ് എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നു. കൂടാതെ പറയുന്ന ടൈമിൽ ആ ഡോഗ് എൻ്റെ തൊട്ടടുത്തും ഉണ്ടായിരിക്കും. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ദിസ് കഴിഞ്ഞിട്ട് പ്ലസ് നൗൺ വരും. ദിസിന് ശേഷം നൗൺ വരുന്നതായിരിക്കും ഡെമോൺസ്ട്രേറ്റ്. ദാറ്റ് സൈക്കിൾ ഈസ് ഹിസ്, ആ സൈക്കിൾ അവൻ്റെയാണ്. ഇവിടെ സൈക്കിളാണ് നൗൺ. ഏത് സൈക്കിളാണ് പറയുന്നത്? ദാറ്റ്, ആ സൈക്കിൾ. ഇപ്പോൾ പറയുന്ന സ്പെസിഫൈ ചെയ്ത് പറയുന്ന ആ ഒരൊറ്റൊരു സൈക്കിള്. എന്നാൽ ഇത് പറയുമ്പോൾ ആ പറയുന്ന ആളിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കും ആ ഒരു സൈക്കിള് നിൽക്കുന്നത്. ദൂരമുള്ള ഒന്നിനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ദാറ്റ് യൂസ് ചെയ്യുന്നു. ദാറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നത്. ദീസ് ഷൂസ് ആർ എക്സ്പെൻസീവ്, ഈ ഷൂകൾ വില കൂടിയതാണ്. ഇവിടെ ഷൂസാണ് നൗൺ. ഏത് ഷൂസാണ് പറയുന്നത്? ദീ ഷൂസ്. ഇപ്പോൾ നമുക്ക് കുറേ ഷൂസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു 2-3 നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരിക്കും. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷൂസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഷൂസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ അടുത്തുള്ള ഒന്നിൽ കൂടുതലധികം നൗണിനെ പറയാൻ വേണ്ടിയിട്ടാണ് ദീസ് എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദീസ് കഴിഞ്ഞിട്ട് നൗൺ ആയിരിക്കും വരുന്നത്. ഐ വാണ്ട് ദോസ് പെൻസിൽസ്, എനിക്ക് ആ പെൻസിലുകൾ വേണം. ഇവിടെ പെൻസിൽസ് ആണ് നൗൺ. ഏത് പെൻസിൽസാണ് പറഞ്ഞാൽ? ദോസ് പെൻസിൽസ്, ആ പെൻസിൽസ്. ഇവിടെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ആളിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കും ആ പെൻസിലുകൾ. അങ്ങനെ ദൂരെയുള്ള ഒന്നിൽ കൂടുതൽ എണ്ണമുള്ള നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദോസ് യൂസ് ചെയ്യുന്നത്. ദോസിൻ്റെ ഒരു സ്ട്രക്ചർ ദോസ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ടുള്ള ദിസും ദാറ്റും ഒരു സിംഗുലർ നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദിസ് ഉപയോഗിക്കുന്നത് തൊട്ടടുത്തുള്ളൊരു സിംഗുലർ നൗണിനെ സ്പെസിഫൈ ചെയ്യാനും ദാറ്റ് ഉപയോഗിക്കുന്നത് കുറച്ച് ദൂരെയുള്ളൊരു സിംഗുലർ നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജക്റ്റീവ്സുകളായിട്ടാണ്. ദിസും ദോസും പ്ലൂറലായിട്ടുള്ള നൗണിനെ സ്പെസിഫൈ ചെയ്യുന്നു. ഇത് തൊട്ടടുത്തുള്ള പ്ലൂറൽ നൗണിനെയും ദോസ് ദൂരെയുള്ള പ്ലൂറൽ നൗണിനെ സ്പെസിഫൈ ചെയ്യുന്നു. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉടമസ്ഥതന്നെയാണ് പറയുന്നത്. പൊസഷനെ കുറിച്ചാണ് പറയുന്ന നൗൺ ആരുടേതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇത് മൈ, യുവർ, ഹിസ്, ഹെയർ, അവർ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ദിസ് ഈസ് മൈ ബാഗ്, ഇതെൻ്റെ ബാഗാണ് എന്നാണ് സെൻറ്റൻസ്.
ബാഗാണ് ഇവിടെ നൗൺ. ആരുടെ ബാഗാണെന്നാണ് പറയുന്നത്? എൻ്റെ, മൈ. ഇവിടെ എൻ്റെ ബാഗെന്ന്, എൻ്റെ എന്ന് പറയാനുള്ള ഒരു പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷമാണ് നൗൺ വരുന്നത്. ഐ ലവ് യുവർ ഡോഗ്. ഞാൻ നിൻ്റെ ഡോഗിനെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഡോഗാണ് നൗൺ. ആരുടെ ഡോഗിനെ കുറിച്ചാണ് പറഞ്ഞത്? നിൻ്റെ. അവൻ്റെ ഡോഗാണത് എന്ന് അവൻ്റെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യുവർ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യുവർ എന്ന് പറഞ്ഞ പൊസസീവ് അഡ്ജക്റ്റീവിന് ശേഷമാണ് നൗൺ വന്നിരിക്കുന്നത്, ഡോഗ് എന്ന നൗൺ വന്നിരിക്കുന്നത്. നമ്മുടെ ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്.